അങ്ങനെ മോദി സാറും കൂട്ടരും നമ്മുടെ ചങ്കത്തടിച്ചിട്ട് ഒരു വാരം പൂർത്തിയാവുകയാണ്. 2 ദിവസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞ പ്രശ്നം ഇതാ വിജയകരമായി 1-ാം വാരം പൂർത്തിയാക്കുന്നു. ജനത്തിന്റെ ഈ യാതന 50 ദിവസം വരെ വിജയകരമായി തുടരും എന്നാണ് മോദിജി തന്നെ പറയുന്നത്. ഇതുവരെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ കൊണ്ട് മതിയാവാഞ്ഞിട്ട് ഇതാ പുതിയൊരു പരിഷ്കാരം കൂടി. വോട്ട് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ പോലെ ഒരു മഷിമാർക്ക് ഇനി നോട്ടു മാറാൻ പോകുമ്പോഴും കിട്ടും. കള്ളപ്പണക്കാരുടെ ക്യൂ ഇല്ലാതാക്കാനുള്ള കേന്ദ്രത്തിന്റെ സൈക്കോളജിക്കൽ മൂവാണത്രേ ഇത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം കേട്ട് പൊതുജനം വീണ്ടും ആനന്ദ തുന്തിരരായി കാണണം. It has been decided that government would resort, the branches of banks would take resort to use of indelible ink marks for disbursement of cash across counters, that is over the counter exchange of cash of old 500 rupee notes and 1000 rupee notes for new notes. അയ്യേ, ഇവനാണ് പരിഷ്കാരി. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. മഷി വരണതിനെ പറ്റി നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. വോട്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ എമൗണ്ട് കൂടുതൽ സ്ഥലം വിറ്റിരിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു വണ്ടി വിറ്റച്ചിരിക്കുന്നവനോ ഒക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു വീട്ടിൽ കുറേ തടി വെട്ടി വിറ്റു, അവൻ്റെ കുറേ ഒരു 50,000 രൂപ ഇരിക്കുകയാണ്. 4,000 കൊണ്ട് മാറിയുള്ള അവനെന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാനോ വേറെ എന്തൊരു ആവശ്യം ഒന്നും പറ്റത്തില്ലല്ലോ. പഴയ നോട്ട് ഒരിടത്തും എടുക്കുന്നുമില്ല. അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാങ്കുകളിൽ കിട്ടാക്കടമുണ്ടായിട്ടുള്ള ഇവിടുത്തെ വമ്പൻ കോർപ്പറേറ്റുകളെ പിടിച്ചിട്ടുണ്ടോ? ഈ കോർപ്പറേറ്റുകളല്ലേ ഈ മൊറീഷ്യസ് വഴിയും ഒക്കെ പണം കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി നോട്ട് ആരുടെ പണമാണെന്ന് പറയാതെ ഇവിടെ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നത്? അവർക്കെതിരെ എന്ത് നടപടി എടുക്കാത്തത്? ഈ വമ്പൻ സ്രാവുകളൊക്കെ വിട്ടിട്ട് നോട്ട് മാറാൻ നിൽക്കുന്ന സാധാരണക്കാരൻ അവൻ രണ്ടാമത് വന്ന് ബാങ്കിൽ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് മഷിയിടാൻ വേണ്ടി നടക്കുക. ഇതൊക്കെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അയ്യേ, ഇവനാണ് പരിഷ്കാരി. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. ബാങ്കിനെ കുറിച്ച് പോലും ഒരറിവും ഇല്ലാത്ത ഒട്ടനവധി പാവപ്പെട്ടവരുള്ള നാടാണല്ലോ നമ്മുടെ ഇന്ത്യ. അവരോടൊക്കെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിക്കാനാണ് കേന്ദ്ര ധനമന്ത്രി ഉപദേശിക്കുന്നത്. മോദിജിയുടെയും ജെയ്റ്റ്ലിയുടെയും ഒക്കെ വർത്തമാനം കേട്ടാൽ ഇപ്പോൾ പൊതുജനം അവരോട് പണം കടമായി ചോദിക്കുന്നത് പോലെ ഉണ്ട്. കേന്ദ്രത്തിന്റെ നോട്ട് ദ്രോഹത്തിൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്ത് ഒന്ന് ഫേമസ് ആവാനുള്ള വഴി നോക്കുന്നതിന്റെ തിരക്കിലാണ് ചെന്നിത്തലാജിയും സുഹൃത്തുക്കളും. അതിനായി തിരുവനന്തപുരത്തെ RBI ഓഫീസിൽ ചെന്ന് മാനേജരെ കണ്ട് ഉടൻ പ്രശ്നം തീർക്കണം എന്നാവശ്യപ്പെട്ടു. ചെന്നിത്തലാജി പറഞ്ഞതല്ലേ, ഉടൻ തന്നെ ശരിയാക്കാം എന്ന് മാനേജർ പറഞ്ഞു അത്രേ.
ചെന്നിത്തലാജിയുടെയൊക്കെ ഒരു പവറേ. ശ്രീ സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽസിനെയും നേരിൽ കണ്ട് ഇന്നത്തെ രാവിലത്തെ UDF യോഗത്തിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങൾ പറയുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? ഇപ്പോൾ റിസർവ് ബാങ്ക് കൂടുതൽ നോട്ടുകൾ 100 രൂപയുടെയും പുതിയ 500 രൂപയുടെയും 50, 20, 10 എന്നിട്ടുള്ള ഡിനോമിനേഷൻസിലുള്ള നോട്ടുകൾ കൂടുതൽ ATMൽ എത്തിക്കണം, ബാങ്കിൽ എത്തിക്കണം. 2000 രൂപയുടെ നോട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാകുന്നില്ല. കാരണം ഒരു സാധനം വാങ്ങാൻ ചെന്നാൽ ബാക്കി ലഭിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ നോട്ടുകൾ ബാങ്കുകളിലും ATMസിലും എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. 500 രൂപയുടെ നോട്ട് ഒരാഴ്ച കൂടി താമസിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പൊതുജനങ്ങൾ വരി വരി വരിയായി പണം മാറ്റിയെടുക്കുവാൻ നിരയായി കെട്ടതകൾ സഹിക്കുന്ന തഞ്ചം മോടി ജപ്പാനിൽ വിലസിടുന്നേ. RBIക്കാരുടെ കുത്തിനു പിടിച്ച് കാശ് വാങ്ങി കേരളീയർക്ക് കൊടുക്കാനുള്ള ആഗ്രഹത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും മാനേജരെ കാണാൻ പോയത്. എസെൻഷ്യലായിട്ടുള്ള കമ്മോഡിറ്റീസ്, ഹോട്ടൽസ്, ഫിഷ് മാർക്കറ്റ്, അങ്ങനെ കൂടുതൽ ഏരിയയിലേക്ക് ഇപ്പോൾ ഉള്ള ഇളവ് വ്യാപിപ്പിക്കണം. അതേപോലെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അവർ വളരെ കൺവിൻസ്ഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഇത് ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് പോകും എന്ന് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ബുദ്ധിമുട്ട് വളരെ നാളുകൾ ഇങ്ങനെ തുടർന്നാൽ, ആളുകളുടെ കയ്യിലുള്ള പണം തീർന്നാൽ വിഷയം ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് പോകും എന്ന് ഞങ്ങൾ പറഞ്ഞത് അവർ വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അറിയാവുന്ന ഭാഷയിൽ ചാണ്ടി സാറും RBIക്കാരോട് പറഞ്ഞിട്ടുണ്ടത്രേ കാശ് കൊണ്ട് ബാങ്കുകൾക്ക് കൊടുക്കാൻ. സാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് സാമ്പത്തിക രംഗത്ത് നോട്ട് പിൻവലിക്കൽ കൂടി വന്നിട്ടുള്ളത്. ഇതിനെ എല്ലാവരോടും സഹകരിച്ച് ഇതിനെ നേരിടണം, അല്ലെങ്കിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയുടെ ഗുരുതരാവസ്ഥ അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അവരുടെ ഭാഗത്തു നിന്ന് പരമാവധി സഹായമുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനും ഞങ്ങളുടേതായ നിർദ്ദേശങ്ങളുമായിട്ട് സമീപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഇന്ന് കാണാത്തത്. തിരിച്ചു വന്നാൽ ഉടനെ കണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷവും റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യാതനയ്ക്ക് ഒരു കുറവ് വരുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്.